ഒരു വ്യത്യസ്തമായ ചിക്കൻ കറിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഈ ചിക്കൻ കറിക്ക് ഞാനിട്ടിരിക്കുന്ന പേര് ജീര ചിക്കൻ എന്നാണ്. ഞാനൊരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സാമാന്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ നമ്മൾ ഗരം മസാലയൊന്നും അല്ല ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം, പെരുംജീരകമല്ല. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മിനിമം അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. തലേ ദിവസം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ കറിയാക്കി എടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. എത്രയും കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നു അത്രയും നല്ലത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇവിടെ ഇരിക്കട്ടെ, അടച്ചു വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ബൗൾ എടുക്കാം. അതിലേക്ക് 2 തക്കാളി അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാനായിട്ട് ഒരു 10 കാഷ്യൂ നട്ട് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, കാഷ്യൂ നട്ട് മാത്രം. പിന്നെ അത്യാവശ്യം നല്ലൊരു പിടി മല്ലിയില, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കിട്ടിയാൽ അത്രയും നല്ലത്. കഴുകി വൃത്തിയാക്കിയെടുത്ത് അതുകൂടി മിക്സിയുടെ ബൗളിലിട്ട് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടി അരച്ച് വരുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് കിട്ടും. നമ്മുടെ ജീര ചിക്കനിലേക്ക് ഈ ഒരു അരപ്പ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വേണം ഒഴിക്കാനായിട്ട്, വെളിച്ചെണ്ണയല്ല. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓൾറെഡി നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണമെന്ന് മാത്രമേ ഉള്ളൂ. സവാള വഴറ്റി നല്ല ബ്രൗൺ നിറമാവട്ടെ. ഈ ഒരു പാകമാകുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളിയും മല്ലിയിലയും കാഷ്യൂം കൂടിയുള്ള ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു പ്രത്യേക ടെക്സ്ചറാണ് നമ്മളിതൊക്കെ ചേർക്കുമ്പോൾ. അത്യാവശ്യം ഒരു കൊഴുത്ത ഗ്രേവി കിട്ടുകയും ചെയ്യും. നല്ല സ്വാദുമായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ച സ്വാദൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കുക. മിക്സിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മളിതിൽ വേറെ ഗരം മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ജീരകത്തിൻ്റെ പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ചിക്കൻ കറിക്ക്. നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും ഈ ഗ്രേവിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കാം. ചിക്കൻ പീസസിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും വേവാനെടുക്കുന്ന സമയം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിടുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ചിക്കനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയമായിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. അങ്ങനെ 20 മിനിറ്റ് സമയമായപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണിതിന്. ഒരല്പം മല്ലിയില തൂകി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കുക. ആദ്യം തന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി മൊത്തത്തിൽ ചേർക്കാതെ
ഇതുപോലെ ലാസ്റ്റ് ഒരല്പം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാണ്. കഴിക്കാൻ ആർക്കായാലും കൊതി തോന്നിപ്പോവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി കഴിക്കാതെ പോയാൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.